ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള ഭാഗങ്ങളിൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. വചനം പറയുകയാണ്, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല മനുഷ്യരും പാപം ചെയ്തെന്ന് ബൈബിൾ പറയുമ്പോൾ, ജനിച്ചു വീഴുന്ന സകലരും ജന്മന പാപത്തിലൂടെ ജനിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ, നമ്മൾ ചിലരോടൊക്കെ ഈ സുവിശേഷം പറയുമ്പോൾ, ഈ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ, ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ച് നിത്യത എന്നൊരു സംഭവം പറയുമ്പോൾ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ കർത്താവിനെ അറിയാതെ സത്യസന്ധമായി വിശ്വസ്തയോടെ ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ ആദാമിൻ്റെ സൃഷ്ടിപ്പിനകത്ത് ദൈവം ഉത്തരവാദിത്വം കൊടുത്ത ആ കുടുംബം ഒരു തെറ്റ് ചെയ്തപ്പോൾ, ആ കുടുംബം പാപത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സകല മനുഷ്യരും പാപത്താൽ ജനിക്കുന്നു. അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. പ്രിയരെ, ബൈബിൾ നമ്മെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, പാപം ആദാമിലൂടെ സകലരിലേക്കും പ്രവേശിക്കുക, എന്നാൽ യേശുക്രിസ്തു എന്ന ആ രക്ഷയിലൂടെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പുണ്ട്, പരിഹാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമായി എൻ്റെ കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ യേശുവിൻ്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ച് ഈ മരണത്തിലേക്കുള്ള പാപത്തിനകത്ത് നിന്ന് ജീവങ്കലേക്കുള്ള വഴി തിരഞ്ഞെടുത്ത്, ഒന്നുകൂടെ പറഞ്ഞാൽ, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പാൻ ശ്രമിപ്പിൻ. ചിലരുടെ ഇടുക്കുവാതിലെന്ന് പറയുന്നത് അവരുടെ ലോകത്തിൻ്റെ അറിവുകളാണ്. അവരാ അറിവ് വച്ചിട്ട് അവർ ഈ ഇടുക്കുവാതിലൂടെ പ്രവേശിക്കുന്നില്ല. അവർ പറയുന്നു, ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുന്നല്ലോ. അവരുടെ ഇടുക്കുവാതിൽ അതാണ്. എന്നാൽ അതിനകത്ത് സത്യസന്ധമായി കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് ഇടുക്കുവാതിലൂടെ കടന്ന് ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന നിത്യത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള തിരിച്ചറിവ്, പ്രിയരെ, പാപം ചെയ്തു എന്നും പാപം ഈ ലോകത്തുണ്ട് എന്നും ലോകത്തിലായിരിക്കുമ്പോൾ ഇതിനെ ജയിക്കാൻ യേശുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ആ ക്രൂശിലേക്ക് നോക്കി ജയാളിയായി സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.